എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യൻ പൊളിറ്റിയെക്കുറിച്ചുമൊക്കെയാണ് പഠിച്ചു വരുന്നത്. അതിനിടയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പല PSC പരീക്ഷകളിലും ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഭരണഘടന നിർമ്മിച്ചത്, അതിലെ വിവിധ കമ്മിറ്റികളിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, കൂടാതെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരൊക്കെയാണ് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിന്നും നമുക്ക് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു 2-3 വീഡിയോകളിലായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പം നമ്മൾ നേരെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മോഡേൺ ഇന്ത്യ എന്ന വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 അടിസ്ഥാനത്തിലാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അതായത് ക്യാബിനറ്റ് മിഷൻ വന്നു, അവരാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയതും, കൂടാതെ ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇലക്ഷൻസ് നടക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിനു മുൻപേ തന്നെ ഈ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു തുടക്കം ആദ്യം വരുന്നത് MN റോയ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്തുക്കണം, MN റോയ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ പ്രത്യക്ഷത്തിലായിട്ട് പറയുന്നത്. അത് 1934 പിന്നീട് 1935 ഒരു വർഷം കഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നു. അതായത് 1935 എന്ന് നമുക്കറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്ന വർഷമാണ് 1935. അപ്പൊ അതിനുശേഷം 1940 നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആഗസ്റ്റ് ഓഫറുമായിട്ട് ബ്രിട്ടീഷുകാർ വന്ന കാര്യം നമ്മൾ പഠിച്ചു. പിന്നീട് 1942 ക്രിപ്സ് മിഷൻ വന്ന കാര്യവും നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്രിപ്സ് മിഷൻ പരാജയമാവുകയും അതിന്റെ ഭാഗമായിട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ ബ്രിട്ടനിൽ അധികാര കൈമാറ്റം വരികയും ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരികയും അവിടെ ലേബർ പാർട്ടിയുടെ ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷനെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1946 ഈ ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എങ്ങനെയാണ് രൂപീകരിച്ചത്, അതിലേക്ക് ആൾക്കാരെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മൊത്തം ഇന്ത്യയിലേക്ക്, അതായത് പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെടുന്ന മൊത്തം ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. അതായത് ഇന്ത്യയെ വിഭജിക്കുന്ന ഐഡിയ ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് 1947 മൗണ്ട് ബാറ്റൺ പ്ലാനിലാണ് ഇത് വന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. അപ്പോൾ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പറയുന്ന സമയത്ത് ആകെ 389 സീറ്റ്, 389 സീറ്റുകളാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കായിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ കുറേ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ട്, കുറേ പ്രദേശങ്ങൾ രാജാക്കന്മാരുടെ കയ്യിലാണുള്ളത്. അതിനെയാണ് നമ്മൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്, അതായത് രാജാക്കന്മാരുടെ കയ്യിലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഈ ഒരു 389 സീറ്റുകളിൽ 296 സീറ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അതായത് ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും 93 സീറ്റുകൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുമാണ് നീക്കിവെച്ചത്. അപ്പോൾ 389 2ആയിട്ട് തിരിച്ചു, 296 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വരും, 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വരും. അപ്പോൾ നമുക്ക് ആദ്യം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നോക്കാം. പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം കൂടിയിട്ട് 93 പേരോളാണ് വരേണ്ടത്. ഏകദേശം 500ഓളം ചെറുതും വലുതുമായിട്ടുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 93 പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ രാജാക്കന്മാരാണ്. അപ്പോൾ രാജാക്കന്മാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഇതിലേക്ക് നോമിനേറ്റ് ചെയ്യാം എന്നാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പറഞ്ഞത്. അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നുള്ള ആൾക്കാരെ അവരെ എലക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്, രാജാക്കന്മാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് പറഞ്ഞുവിടാം, നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ പക്ഷേ ഇന്ത്യയെ
ഒന്നിച്ചാക്കുന്നതിനോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ അധികാരം നഷ്ടപ്പെടുത്തുന്നതിനോ ഒരു രാജാവും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റ്സും ഈ ഒരു സമയത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ആൾക്കാരെ അയക്കുന്നതിന് വേണ്ടി വിസമ്മതിക്കുകയാണത്. അപ്പോൾ അവരൊക്കെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്ന് മാറി നിന്നു. ദേ സ്റ്റേഡ് അവേ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പൊ നമ്മൾ ഓർത്തു വെക്കണമെന്ന് വെച്ചാൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പറഞ്ഞ സമയത്ത് 93 സീറ്റുകൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും മാറി നിൽക്കും, കാരണം സ്വന്തം അധികാരം കളയുന്നതിന് വേണ്ടി ഏത് രാജാവും റെഡിയാവുകയില്ല. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന 296 സീറ്റുകളെ കുറിച്ചാണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള 296 സീറ്റ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമുക്കറിയാം വിവിധ പ്രൊവിൻസുകളിൽ ഭരണം നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊവിൻസുകളിൽ നിന്ന് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ പ്രൊവിൻസിനുമായിട്ട് കൃത്യം എണ്ണം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര പ്രൊവിൻസിൽ നിന്നും ഇത്ര ആൾക്കാർ എന്ന് പറഞ്ഞു. അപ്പോൾ എലക്ഷൻ വഴിയാണ് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്. എലക്ഷന് കമ്മ്യൂണൽ റിസർവേഷൻ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ജനറൽ കാറ്റഗറി, രണ്ടാമത്തത് മുസ്ലിം, മൂന്നാമത്തത് സിഖ്. അപ്പോൾ സിഖ് മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ കമ്മ്യൂണൽ റെപ്രസെന്റേഷനിൽ ആ ഒരു പ്രദേശത്ത് സിഖ് മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മുസ്ലിം ഇലക്ടോറേറ്റ് ആയ സ്ഥലങ്ങളിൽ അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ ആയ സ്ഥലത്ത് മറ്റു മതങ്ങളിലുള്ളവർക്കും, ഹിന്ദു അങ്ങനെ മറ്റ് എല്ലാ മതങ്ങളിലുള്ളവർക്കും ക്രിസ്ത്യൻസിനും എല്ലാവർക്കും ജനറൽ കാറ്റഗറിയിൽ വോട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ 3 മതങ്ങൾക്കായി 3 സെക്ഷൻസ് ആയിട്ട്, അപ്പോൾ മുസ്ലിം, സിഖ് ആൻഡ് ജനറൽ, ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് ഈ ഒരു കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സീറ്റുകൾ ഓരോ പ്രൊവിൻസിലേക്കും അലോട്ട് ചെയ്തത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വോട്ട് ചെയ്തു. അപ്പോൾ അവർ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും എല്ലാ ജനങ്ങൾക്കും വോട്ടവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് പ്രൊവിൻസുകളിൽ നിന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ് തെരഞ്ഞെടുത്തത്. അതായത് ജനങ്ങളല്ല വോട്ട് ചെയ്യുന്നത്, പ്രൊവിൻഷ്യൽ അസംബ്ലിയിലുള്ള ആൾക്കാരാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്, അതായത് നേരിട്ടുള്ള ഇലക്ഷൻ അല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിട്ടാണ് ആൾക്കാരെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്തത്. അതായത് നേരിട്ട് നമ്മൾ MP-മാരെയും MLA-മാരെയും തിരഞ്ഞെടുക്കുന്ന പോലെ നമ്മളാണ് പോളിംഗ് ബൂത്തിൽ പോയിട്ട് വോട്ട് ചെയ്യുന്നത്. അതിനെയാണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയല്ല, മറിച്ച് MLA-മാരെല്ലാവരും ചേർന്നിട്ട് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്. അതായത് രാജ്യസഭയിലേക്ക് ഇപ്പോൾ MP-മാരെ വിടുന്നത് എങ്ങനെയാ, നമ്മുടെ നിയമസഭയിലെ MLA-മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ഓരോ പ്രൊവിൻസിൽ നിന്നും ആൾക്കാരെ തെരഞ്ഞെടുത്തത്. അതായത് പ്രൊവിൻഷ്യൽ അസംബ്ലിയിലുള്ള അവിടുത്തെ റെപ്രസെന്റേറ്റീവ്സ് ആണ് തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മൾ ഈ ഒരു 296 സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 208 സീറ്റുകൾ കിട്ടണം. അതായത് 296 ഉള്ളതിൽ അതിൽ 208 സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്നു. അതായത് 200 മുകളിൽ. മുസ്ലിം ലീഗിന് ഏകദേശം 73 സീറ്റുകളാണ് കിട്ടിയത്. മറ്റ് പാർട്ടികൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് 15 സീറ്റോളം കിട്ടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ 296 സീറ്റുകളിലേക്ക് ആൾക്കാരായി. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ള 93. അപ്പൊ നമുക്കിപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കേണ്ട ഒരു അവസ്ഥയും. അപ്പൊ നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ആ ഒരു ഇലക്ഷനും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേകതകളും നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. അതായത് നമ്മൾക്കിപ്പോൾ മനസ്സിലായി, പൂർണ്ണമായിട്ടും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ആൾക്കാരെ എടുത്തിരിക്കുന്നത് ഇലക്ഷന്റെ ബേസിലല്ല. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത് പാർട്ട്ലി ഇലക്റ്റഡും പാർട്ട്ലി നോമിനേറ്റഡ് ബോഡിയാണ്. എവിടെ നിന്നാണ് ഇലക്ഷൻ? അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ഇലക്ഷൻ ആണ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് നോമിനേഷൻ ആണ്. അപ്പോൾ പാർട്ട്ലി ഇലക്റ്റഡ് പാർട്ട്ലി നോമിനേറ്റഡ് ബോഡി ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപം കൊണ്ടത്. അപ്പോൾ നമുക്കറിയാം, മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് കൊടുത്തു, സിഖ്സിന് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് കൊടുത്തു, മറ്റെല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് ജനറൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഓൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. അതായത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് കൊടുത്തത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതായത് ഹിന്ദുസിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, ബാക്ക്വേർഡ് ട്രൈബ്സ് ഉണ്ടായിരുന്നു, സിഖ്സ് ഉണ്ടായിരുന്നു, ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, പാഴ്സീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആൾക്കാരും ഇതിൽ മെമ്പേഴ്സ് ആയിരുന്നു. പാർട്ടികൾ നോക്കുവാണെങ്കിൽ യൂണിയനിസ്റ്റ് പാർട്ടി, അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും കൂടാതെ യൂണിയനിസ്റ്റ് പാർട്ടിക്ക് ഒരാള്, യൂണിയനിസ്റ്റ് മുസ്ലിമിന് ഒരാള്, പിന്നെ യൂണിയനിസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒരാള്, ഇൻഡിപെൻഡന്റ് ആയിട്ട് 8 പേര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരാള്, അങ്ങനെ ഒരുപാട് പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെപ്രസെന്റഡ് ബോഡി ആയിരുന്നു ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ അഡൾട്ട് ഫ്രാഞ്ചൈസ് ആണ്. അതായത് നമ്മൾ ഇന്നത്തെ പോലെ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടവകാശം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏജിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടവകാശം എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഒരു ഡയറക്റ്റ് എലക്ഷനും ആയിരുന്നില്ല, ഒരു ഇൻഡയറക്റ്റ് എലക്ഷൻ ആയിരുന്നു. കാരണം ഈ ഒരു പോയിന്റുകൾ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം സംബന്ധിച്ച് താഴെ പറയുന്ന സെന്റൻസുകളിൽ ഏതൊക്കെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് 1, 2, 3 സെന്റൻസുകൾ തരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെയാണ് ശരി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഇലക്ഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപം കൊണ്ടത് 1946 നവംബറിലാണ്. അതായത് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് 1946 നവംബറിൽ രൂപം കൊണ്ടു. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ 1946 ഡിസംബർ 9-നാണ്. അപ്പോൾ ഈ ഒരു ഡിസംബർ 9 എന്ന് പറയുന്ന ഡേറ്റ് ഒന്ന് ഓർത്തു വെക്കണം. ആദ്യത്തെ സെഷൻ ചേരുന്നത് ഡിസംബർ 9-നാണ് 1946. അത് ഡിസംബർ 23 വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മീറ്റിംഗിൽ മുസ്ലിം ലീഗ് പങ്കെടുത്തിരുന്നില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പങ്കെടുക്കാതിരുന്നത്? കാരണം മുസ്ലിം ലീഗിന്റെ ആവശ്യം എന്തായിരുന്നു? അവർക്കൊരു സെപ്പറേറ്റ് കൺട്രി വേണമെന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ രൂപീകരണത്തിൽ മുസ്ലിം ലീഗ് ഇലക്ഷനിൽ നിന്നു സീറ്റുകൾ കിട്ടി, 73ഓളം സീറ്റുകൾ കിട്ടി. പക്ഷെ അവരുടെ ആവശ്യമായ ഒരു സെപ്പറേറ്റ് രാജ്യം എന്നുള്ളത് അംഗീകരിക്കാത്തതുകൊണ്ട്, കാരണം ഈ ഒരു നമുക്കറിയാം ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ സമയത്ത് 1946 ഈ ഒരു ഇന്ത്യയെ വിഭജിക്കുന്ന കാര്യം അന്ന് ചർച്ചയിലില്ല. അതിനുശേഷമാണ് ചർച്ചയിൽ വരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് ബോയ്ക്കോട്ട് ചെയ്തു. കൂടാതെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ള ആൾക്കാരും പങ്കെടുത്തിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരു ടെമ്പററി പ്രസിഡന്റ് ആയിട്ട്, കാരണം മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഒരു പ്രസിഡന്റ് വേണമല്ലോ. അപ്പൊ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് എസ് സിൻഹേനെ തെരഞ്ഞെടുത്തു. അപ്പോൾ അപ്പൊ ടെമ്പററി പ്രസിഡന്റ്. അപ്പൊ അത് പ്രത്യേക കാര്യമില്ല. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അപ്പൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തതെന്ന് ഓർത്തു വെക്കണം. ഇതുകൂടാതെ 2 വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു, HC മുഖർജി, VT കൃഷ്ണമാചാരി. അപ്പോൾ ആ ഒരു വൈസ് പ്രസിഡന്റ് അത്ര പ്രാധാന്യമില്ല. പക്ഷെ പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തു വെക്കണം? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ രൂപീകരണത്തെ കുറിച്ച് മനസ്സിലാക്കി, അതിന്റെ ആദ്യത്തെ ഒരു സെഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു സെഷനിലാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച. അതായത് ഭരണഘടന ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം. എന്തൊക്കെ കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണ്ട, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കുറിച്ചും പിന്നീട് എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയുടെ നിർമ്മാണത്തിലേക്ക് കടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.